ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കപ്പ് കേക്കാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ബദാം പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ട ഒഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2-3 തവണയാക്കി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാം. ഞാനിവിടെ 2 തവണയാക്കി ചേർത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പ് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മുകളിൽ ഓൾറെഡി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം പ്രിസ്റ്റിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ക്രീം എടുത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ട്രസ്ലെച്ചസ് പോലെ ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ കഴിക്കാനും കപ്പ് കേക്ക് നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് സോക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞാൻ റാഫലോ കേക്കിനും കപ്പ് കേക്കിനും കൂടെ ഒരുമിച്ചാണ് സിറപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും സിറപ്പ്. നമുക്ക് കപ്പ് കേക്കിക്ക് മാത്രമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാൽപ്പൊടിയും 3/4 കപ്പ് വെള്ളവും ഒരു 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും മതി. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കപ്പ് കേക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 6 കപ്പ് കേക്കാണ് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പും കൂടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കപ്പ് കേക്കായി വെച്ച് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഓരോ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി സോക്ക് ആവാൻ വേണ്ടിയിട്ട്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണിത്. ട്രസ്ലെച്ചസിൻ്റെ അതേ സെയിം ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കപ്പ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു റാഫലോ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.